നമസ്കാരം. ന്യൂസ് മാസിൻ മലയാളത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പെൻഷൻ വിതരണ അറിയിപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സംസ്ഥാനത്തെ 62 ലക്ഷത്തോളം വരുന്ന എല്ലാ പെൻഷൻ ഗുണഭോക്താക്കളും അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ഉദ്ദേശിക്കുന്നത്. ഇന്ന് മാർച്ച് 6-ാം തീയതി ആയിട്ടുണ്ട്. 2025 ഫെബ്രുവരി മാസത്തിലെ പെൻഷൻ വിതരണം മാർച്ച് മാസം 4-ാം തീയതിയോടുകൂടി പൂർണ്ണമായിരിക്കുകയാണ്. 60 ലക്ഷത്തിന് മുകളിൽ വരുന്ന ആളുകൾക്കാണ് ഈ പ്രാവശ്യം, അതായത് ഫെബ്രുവരി മാസത്തിലെ പെൻഷൻ വിതരണം ചെയ്തത്. കഴിഞ്ഞ കുറേ നാളുകളായി എല്ലാ മാസവും കൃത്യമായി തന്നെ 1600 രൂപ സംസ്ഥാന സർക്കാർ എല്ലാ ആളുകൾക്കും, അതായത് പെൻഷൻ ലിസ്റ്റിൽ പേരുള്ള എല്ലാ ആളുകൾക്കും, അതായത് 60 ലക്ഷത്തിന് മുകളിൽ വരുന്ന ആളുകൾക്ക് വിതരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 2024 മാർച്ച് മാസം മുതലാണ് കൃത്യമായി എല്ലാ മാസവും പെൻഷൻ വിതരണം ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നത്. 1600 രൂപ എല്ലാ മാസവും ലഭിക്കുക എന്നത് സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. ഇനിയിപ്പോൾ 3 മാസത്തെ പെൻഷൻ കുടിശ്ശികയുണ്ട്. ആ ഒരു 3 മാസത്തെ പെൻഷൻ കുടിശ്ശികയിൽ നിന്നും ഒരു മാസത്തെ പെൻഷൻ കുടിശ്ശിക വിഷുവിനോട് ഈസ്റ്ററിനോടുമൊക്കെ അനുബന്ധിച്ച് വിതരണം ചെയ്യാനാണ് സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. മസ്റ്ററിങ് ചെയ്തിട്ടുള്ള എല്ലാ ആളുകൾക്കും ഈ ഒരു തുക അവരുടെ അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കുമൊക്കെ എത്തിച്ചേരും. സംസ്ഥാന സർക്കാരിൻ്റെ മാർച്ച് മാസത്തെ പെൻഷൻ തുകയുടെ വിതരണ തീയതി ഉടൻ തന്നെ പ്രഖ്യാപിക്കുമെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. എന്തുതന്നെയായാലും മാർച്ച് മാസം 20-ാം തീയതിക്ക് ശേഷമായിരിക്കും ഈ ഒരു തുകയുടെ വിതരണം ആരംഭിക്കുക. ഇത്തരത്തിൽ വിതരണം ആരംഭിച്ച് 10 ദിവസം കൊണ്ട്, അതായത് മാർച്ച് 30-നോടകത്ത് എല്ലാ പെൻഷൻ ഗുണഭോക്താക്കളിലേക്കും പെൻഷൻ എത്തിക്കുവാനാണ് സംസ്ഥാന സർക്കാരിൻ്റെ നീക്കം. കൈകളിൽ പെൻഷൻ സ്വീകരിക്കുന്ന ആളുകളും അതോടൊപ്പം തന്നെ ബാങ്കുകളിൽ പെൻഷൻ സ്വീകരിക്കുന്ന 27 ലക്ഷത്തോളം ആളുകളാണിന്ന് നമ്മളുടെ സംസ്ഥാനത്തുള്ളത്. ബാക്കിയുള്ള ആളുകൾ കൈകളിലാണ് പെൻഷൻ സ്വീകരിക്കുന്നത്. അവർക്ക് നമ്മളുടെ സഹകരണ ബാങ്കിലെ ഉദ്യോഗസ്ഥർ വീടുകളിലേക്ക് എത്തിയാണ് പെൻഷൻ വിതരണം ചെയ്യുന്നത്. മസ്റ്ററിങ് ചെയ്തിട്ടുള്ള എല്ലാ ആളുകൾക്കും ഈ ഒരു പെൻഷൻ തുക ലഭിക്കുന്നതായിരിക്കും. ഇനിയും മസ്റ്ററിങ് ചെയ്യാത്തതും അതോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാർ കഴിഞ്ഞ മാസമൊക്കെ ആവശ്യപ്പെട്ട രേഖകളൊക്കെ തദ്ദേശ സ്ഥാപനങ്ങളിൽ ഏൽപ്പിച്ചിട്ടില്ലാത്ത ആളുകൾക്കുമൊക്കെ ഈ ഒരു പെൻഷൻ തുക മുടങ്ങുന്നതായിരിക്കും. ഇത്തരത്തിലുള്ള ആളുകൾക്കും അതോടൊപ്പം നമ്മളുടെ പെൻഷൻ അനധികൃതമായി കൈപ്പറ്റുന്നു എന്ന് കണ്ടെത്തി പെൻഷൻ ലിസ്റ്റിൽ നിന്നും പുറത്താക്കിയ ആളുകളെ ഒരു കാരണവശാലും ഇനിയും പെൻഷൻ ലിസ്റ്റിലേക്ക് തിരിച്ചു കൊണ്ടുവരികയില്ല എന്നാണ് സംസ്ഥാന സർക്കാരിൻ്റെ നിർദ്ദേശം. ഇത്തരത്തിലുള്ള ആളുകൾക്കും ഈ ഒരു പെൻഷൻ തുക നഷ്ടമാകുന്ന ഒരു സാഹചര്യമായിരിക്കും ഇനി ഉണ്ടാകുക. മസ്റ്ററിങ് ചെയ്യാത്തതുകൊണ്ട് ആരുടെയും പെൻഷൻ തുക മുടങ്ങുവാൻ പാടില്ല. അതുകൊണ്ട് തന്നെ എല്ലാ മാസവും 20-ാം തീയതിക്കുള്ളിൽ നമ്മളുടെ അക്ഷയ കേന്ദ്രങ്ങളിലേക്ക് ആധാർ കാർഡുമായി പോയി നമുക്ക് മസ്റ്ററിങ് ചെയ്യുവാനുള്ള അവസരമുണ്ട്. ഇതെല്ലാവരും പ്രയോജനപ്പെടുത്തുക. കൂടുതൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ പെൻഷൻ വിതരണ അറിയിപ്പുകൾക്കും മറ്റു വാർത്തകൾക്കുമൊക്കെയായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കൂടി കാണുക. താങ്ക്